ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. എന്നാൽ ഈ ജനാധിപത്യത്തിന്റെ മുഖംമൂടിക്കുള്ളിൽ ഒരു കുടുംബം പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ എങ്ങനെയാണ് തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്തിയത്? നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും സ്വകാര്യ ജീവിതത്തിലെ പ്രണയങ്ങളും ചില ബന്ധങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭൂപടത്തെയും തലവരെയെയും മാറ്റിമറിച്ചത്? ഒരു വശത്ത് വിഭജനത്തിന്റെ ചോരയൊഴുക്കുന്ന തെരുവുകൾ, ലക്ഷക്കണക്കിന് സാധാരണക്കാർ അറുത്തുമാറ്റപ്പെടുമ്പോൾ അധികാരത്തിന്റെ ശീതള ഛായയിൽ ഒരു വിദേശ വനിതയുടെ കൂടെ സുഖലോലുപതയിൽ മുഴുകിയൊരു നേതാവ്, രാജ്യത്തിന്റെ മണ്ണ് ശത്രുവിന്റെ തളികയിൽ വെച്ച് നീട്ടിയ നയതന്ത്ര പരാജയങ്ങൾ, അന്തപുരങ്ങളിലെ രഹസ്യബന്ധങ്ങൾ, രാജ്യത്തിന്റെ നയങ്ങളെ സ്വാധീനിച്ച ഞെട്ടിക്കുന്ന കഥകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബമായ നെഹ്റു കുടുംബത്തെ വിറപ്പിച്ച, അവർ ലോകത്തിന് മുന്നിൽ നിന്ന് നിരോധിക്കാൻ ശ്രമിച്ച 6 പുസ്തകങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച ചരിത്രം ഒരു പക്ഷേ ഇന്ന് തിരുത്തപ്പെട്ടേക്കാം. കസേരയിൽ ഒന്ന് ഉറച്ചിരുന്നോളൂ, കാരണം ഇത് നിങ്ങൾ ഇതുവരെ കേൾക്കാൻ ആരും ആഗ്രഹിക്കാത്ത, പലരും പറയാൻ മടിക്കുന്ന, ഭയക്കുന്ന സത്യമാണ്. 1947 ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ വർഷം. ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിന്റെ ആവേശം, മറുവശത്ത് വിഭജനത്തിന്റെ ഭീകരത. ഈ സമയത്താണ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവും ഭാര്യ എഡ്വിനയും ഡൽഹിയിലേക്ക് എത്തുന്നത്. കാതറിൻ ക്ലെമന്റ് തന്റെ എഡ്വിന ആൻഡ് നെഹ്റു എന്ന പുസ്തകത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത് കേവലം ഒരു പ്രണയ കഥയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ വിധി നിർണയിച്ച ഒരു വഴിവിട്ട ബന്ധത്തിന്റെ കഥയാണ്. വിഭജനത്തിന്റെ മാപ്പിൽ റാഡ്ക്ലിഫ് വരകൾ വരയ്ക്കുമ്പോൾ, പഞ്ചാബും ബംഗാളും കത്തി എരിയുമ്പോൾ ജവഹർലാൽ നെഹ്റു എവിടെയായിരുന്നു? ഈ പുസ്തകം പറയുന്ന സത്യം ഭയാനകമാണ്. നെഹ്റു എഡ്വിനിയുടെ പ്രണയപാശത്തിൽ പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുകയായിരുന്നു അത്രേ. മൗണ്ട് ബാറ്റൻ പ്രഭുവിന് പോലും കൃത്യമായ അറിവുള്ളതായിരുന്നു ഈ ബന്ധം. ഇതിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടൻ ഒരുക്കിയ ഹണി ട്രാപ്പ് എന്നാണ്. തന്റെ ഭാര്യയെ ഉപയോഗിച്ച് നെഹ്റുവിനെ സ്വാധീനിക്കാനും ബ്രിട്ടന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മൗണ്ട് ബാറ്റൻ ശ്രമിക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി അലയുമ്പോൾ, ട്രെയിനുകളിൽ മൃതദേഹങ്ങൾ കുന്നുകൂടുമ്പോൾ നെഹ്റുവും എഡ്വിനയും തമ്മിൽ കത്തുകൾ കൈമാറുകയായിരുന്നു. ഈ വൈകാരിക ബന്ധം കശ്മീർ പ്രശ്നത്തിലടക്കം ഇന്ത്യക്ക് തിരിച്ചടിയായി തീരുമാനങ്ങൾ എടുക്കാനായി നെഹ്റുവിനെ പ്രേരിപ്പിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലേക്ക് കശ്മീർ വിഷയം കൊണ്ടുപോയ നെഹ്റുവിന്റെ നീക്കം ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ദൗർബല്യം ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ തകർച്ചയ്ക്ക് കാരണമായോ എന്നത് ഭാരതം ഇന്നും ചോദിക്കുന്ന ചോദ്യമാണ്, അതും ആശങ്കയോടെ. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു മലയാളി കൂടിയായ എം.ഒ. മത്തായി. നെഹ്റുവിന്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ 12 വർഷത്തോളം അധികാരത്തിന്റെ ഉച്ചിയിലിരുന്ന വ്യക്തി. അദ്ദേഹം എഴുതിയ റെമിനിസൻസസ് ഓഫ് ദ നെഹ്റു ഏജ് എന്ന പുസ്തകം നെഹ്റു കുടുംബത്തിന്റെ മാന്യമായ മുഖംമൂടി വലിച്ചു കയറുകയാണ് ഉണ്ടായത്. ഈ പുസ്തകത്തിലെ പല അധ്യായങ്ങളും പിന്നീട് നിരോധിക്കപ്പെട്ടു. എന്തായിരുന്നു അതിന് കാരണം? ഇന്ദിരാഗാന്ധിയും മത്തായിയും തമ്മിലുള്ള അത്യന്തം വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. ഷീ എന്ന അധ്യായം ഇന്ദിരയുടെ സ്വകാര്യ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഇന്ദിരയുടെ വിവാഹ ജീവിതത്തിലെ തകർച്ചകൾ, ഫിറോസ് ഗാന്ധിയുമായുള്ള അകൽച്ച, അതിനിടയിൽ കടന്നുവന്ന പുരുഷന്മാർ എന്നിവയെല്ലാം മത്തായി തുറന്നെഴുതി. ഇതുകൂടാതെ നെഹ്റുവിന്റെ ജീവിതത്തിലെയും പല സ്ത്രീ ബന്ധങ്ങളെയും കുറിച്ചെല്ലാം മത്തായി സൂചനകൾ നൽകുന്നു. നെഹ്റു കുടുംബം ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ച ലളിത ജീവിതം വെറും നാടകമായിരുന്നുവെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിൽ അവർ തികച്ചും വ്യത്യസ്തരായ മനുഷ്യരായിരുന്നുവെന്നും മത്തായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു ഭരണാധികാരിയുടെ വിശ്വസ്തൻ തന്നെ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിനു പിന്നിലെ സത്യം എത്രത്തോളം ഭീകരമായിരിക്കും? ഇന്ദിരാഗാന്ധിയെ ലോകം അയൺ ലേഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കാതറിൻ ഫ്രാങ്ക് എഴുതിയ ദ ലൈഫ് ഓഫ് ദ ഇന്ദിര നെഹ്റു ഗാന്ധി എന്ന ജീവചരിത്രം വായിച്ചാൽ ആ ബിംബം അവിടെ ഉടയും. ആ പുസ്തകം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയും യോഗാചാരിയായ ധീരേന്ദ്ര ബ്രഹ്മചാരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആരായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി? ഇന്ദിരയോട് അത്രത്തോളം സ്വാധീനമുണ്ടായിരുന്ന ഒരു യോഗി. ഇന്ദിരയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പോലും അയാൾ ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിന് വിദേശത്ത് നിന്നും തോക്കുകളും ആയുധങ്ങളും ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം വരെ ഇന്ദിര നൽകിയിരുന്നു. ഇത് വെറും ഒരു ഭക്തിബന്ധമായിരുന്നില്ല, മറിച്ച് തീർച്ചയായും രാഷ്ട്രീയമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് കാതറിൻ ഫ്രാങ്ക് വെളിപ്പെടുത്തുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി ബ്രഹ്മചാരി എപ്പോഴും ഇന്ദിരയോടൊപ്പം ചിലവഴിച്ചിരുന്നുവെന്നും ഈ ബന്ധം പുറത്തായപ്പോൾ ഉണ്ടായ വിവാദങ്ങളും പുസ്തകം വിവരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു സ്പിരിച്വൽ ഗുരു എങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തു? ഇന്ത്യൻ ജനാധിപത്യത്തെ വെറും കളിപ്പാവയാക്കി മാറ്റാൻ അയാൾക്ക് എങ്ങനെ സാധിച്ചു? സ്പാനിഷ് എഴുത്തുകാരനായ ജാവിയോ മോറോ എഴുതിയ ദ റെഡ് സാരി എന്ന പുസ്തകം ഇന്ത്യയിൽ വലിയ വിവാദം ഉണ്ടാക്കി. സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ വേരുകൾ മുതൽ രാജീവ് ഗാന്ധിയുടെ മരണം വരെയുള്ള സംഭവങ്ങളാണ് ഇതിന്റെ ഇതിവൃത്തം. കോൺഗ്രസ് ഈ പുസ്തകത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഇതിന്റെ പ്രചാരണം തടയാനായി കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്തു. എന്തിനെയാണ് സോണിയ ഭയപ്പെട്ടത്? നെഹ്റു കുടുംബത്തിലേക്ക് ഒരു വിദേശ വനിത കടന്നു വന്നതിന് ശേഷം നടന്ന അസ്വാഭാവികമായ മരണങ്ങൾ ഈ പുസ്തകം വിശകലനം ചെയ്യുന്നു.
സഞ്ജയ് ഗാന്ധിയുടെ മരണം, പിന്നീട് രാജീവ് ഗാന്ധിയുടെ മരണം. ഈ ദുരൂഹതകൾക്കെല്ലാം ഇടയിൽ സോണിയാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തിയായ വനിതയായി മാറിയത്? നെഹ്റു കുടുംബത്തിന്റെ മരുമകളായി വന്ന സോണിയ ആ കുടുംബത്തിന്റെ പാരമ്പര്യത്തെയും സ്വത്തുക്കളെയും എങ്ങനെ സ്വന്തം നിയന്ത്രണത്തിലേക്കാക്കി? പുസ്തകത്തിൽ പരാമർശിക്കുന്ന സോണിയയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവങ്ങളും വിദേശ ഏജൻസികളുമായിട്ടുള്ള ബന്ധവും എല്ലാം വായനക്കാരെ തീർച്ചയായും അമ്പരപ്പിക്കും. ഭാരതത്തിന്റെ സംസ്കാരത്തെ ഒട്ടും ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഭാരതത്തിന്റെ തലവര നിശ്ചയിക്കാനായി പ്രാപ്തിയായത്? നമ്മുടെ സൈനികർ ഇന്നും അതിർത്തിയിൽ ചൈനയുമായി പോരാടുകയാണ് അല്ലെ? ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? അവതാർ സിംഗ് ബാസിൻ തന്റെ ഔദ്യോഗിക രേഖകൾ നിരത്തി എഴുതിയ നെഹ്റു, ടിബറ്റ് ആൻഡ് ചൈന എന്ന പുസ്തകം ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. നെഹ്റുവിന്റെ വിദേശ നയം ഒരു വലിയ പരാജയമായിരുന്നു. ഈ പുസ്തകം തെളിയിക്കുന്നു. 1950കളിൽ ചൈന ടിബറ്റിനെ വിഴുങ്ങിയപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും നെഹ്റു അത് അവഗണിച്ചു. ഹിന്ദി, ചീനി, ഭായ് ഭായ് എന്ന വ്യാജ സങ്കല്പത്തിൽ മുഴുകിയിരുന്ന നെഹ്റു ചൈനയുടെ ചതി തിരിച്ചറിയാൻ പരാജയപ്പെട്ടു. അക്സൈറ്റിൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ 10,000-കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തപ്പോ അവിടെ പുല്ല് പോലും വളരില്ല എന്നായിരുന്നു നെഹ്റുവിന്റെ പാർലമെന്റിലെ മറുപടി. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് കിട്ടുമായിരുന്ന സ്ഥിരാംഗത്വം ചൈനയ്ക്ക് നൽകാൻ ശുപാർശ ചെയ്തതും ഇതേ നെഹ്റു ആയിരുന്നു. ഭാരതത്തിന്റെ താല്പര്യത്തെക്കാൾ തന്റെ ആഗോള ഇമേജിന് പ്രാധാന്യം നൽകിയ നെഹ്റുവിന്റെ നയതന്ത്ര വൈകല്യമാണ് ഇന്നും ഇന്ത്യയുടെ അതിർത്തികളെ അസ്ഥിരമാക്കുന്നത്. 10 വർഷം ഭാരതം ഭരിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇങ്ങനെയാണ് ഔദ്യോഗിക രേഖകളെല്ലാം പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭരിച്ചത് ആരായിരുന്നു? മൻമോഹൻ സിംഗിന്റെ മീഡിയ അഡ്വൈസർ ആയിരുന്ന സഞ്ജയ് ബാറു എഴുതിയ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ഈ രഹസ്യം പുറത്തുവിട്ടു. ഭരണഘടനാപരമായ ഒരു പദവിയുമില്ലാത്ത സോണിയാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയന്ത്രിച്ചത്, കയ്യിലെ കളിപ്പാവയാക്കിയത്? പ്രധാനമന്ത്രി ഒപ്പിടേണ്ട ഫയലുകൾ പോലും ആദ്യം സോണിയുടെ വസതിയായ 10 ജൻപത്തിൽ എത്തിയിരുന്നു. മൻമോഹൻ സിംഗിനെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി, കളിപ്പാവയാക്കി. നെഹ്റു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സോണി എന്നും ശ്രമിച്ചത്. അഴിമതികളുടെയും അഴിമതി വീരന്മാരുടെയും സംരക്ഷകരായി നെഹ്റു കുടുംബം മാറിയ 10 വർഷമായിരുന്നു അത്. രാജ്യത്തിന്റെ പരമാധികാരം ഒരു കുടുംബത്തിന്റെ കൈകളിൽ എങ്ങനെ പണയപ്പെട്ടു, അതിന്റെ ജീവിക്കുന്ന രേഖയാണിത്. നമ്മൾ ഇപ്പോൾ കണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വെറും 6 പുസ്തകങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവ ഓരോന്നും വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. നെഹ്റു മുതൽ സോണിയ വരെ നീളുന്ന ഈ കുടുംബം ഭാരതത്തെ ഒരു ജനാധിപത്യ രാജ്യമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ സ്വകാര്യ സ്വത്തായിട്ടാണ് കണ്ടത്. അധികാരത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലും ബലി കൊടുക്കാനും രാജ്യത്തിന്റെ ഭൂമി ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാനും അവിഹിത ബന്ധങ്ങളിലൂടെ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കാനും ഇവർക്ക് മടി ഉണ്ടായിരുന്നില്ല. ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ ഈ ഏകാധിപത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ചരിത്രം ഒരിക്കലും ഒളിച്ചു വെക്കാൻ കഴിയില്ല. സത്യം എത്ര മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം വരും തലമുറകളെങ്കിലും അറിയട്ടെ, അതോർത്തിട്ടാണ് ഈ വീഡിയോ. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും പലർക്കും ഇതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായും എന്നെ ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ട് ആൾക്കാർ രംഗത്തെത്താം. എന്തായാലും സത്യം പറയുന്നതിൽ നമുക്ക് യാതൊരു ഭയവും വേണ്ട. ഈ പറയുന്ന കമന്റ് ഇടുന്നവരെ ഞാൻ ഭയക്കുന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.